നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മമതാ ബാനർജി ബംഗാളിൽ രാജിവെക്കുവാൻ തയ്യാറാകുന്നില്ല. ഗവർണറെ കാണില്ല എന്നാണ് മമത പറയുന്നത്. മമത ഒരിക്കലും സ്വയമേവ അതൊന്നും ചെയ്യുവാൻ തയ്യാറാവില്ല. ഭയം. മമതയ്ക്കറിയാം, താൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം അടുത്ത സർക്കാർ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ തീർച്ചയായും മമത ചെയ്ത ഓരോ കാര്യങ്ങളും പിടിക്കപ്പെടും. ഇനിയുള്ള ശിഷ്ടകാലം ജയിലിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരും എന്ന് മമതയ്ക്ക് നന്നായി അറിയാം. അഴിമതി മാത്രമല്ല, ഭീകരവാദ ബന്ധത്തിലൂടെ ബംഗാളിൽ കഴിഞ്ഞ 15 വർഷക്കാലത്തിലേറെയായി മമത നടത്തിയ നീക്കങ്ങളൊന്നും ചെറുതല്ല. 1998 ബംഗ്ലാദേശിൽ ധാക്കയിൽ രൂപം കൊണ്ട ഒരു ഭീകരവാദ സംഘടനയുണ്ട്, ജമാഅത്തുൽ മുജാഹിദീൻ. മമതയ്ക്ക് ഇവരുമായി ശക്തമായ, വളരെ കൃത്യമായ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയുള്ള ചില വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അറിയുവാൻ കഴിയുന്നത്. അങ്ങനെ ഇവരുമായി ചങ്ങാത്തം കൂടിയതിന് ശേഷം 2007 നടന്ന നന്ദിഗ്രാം ആക്രമണത്തിൽ കേവലം CPM കേഡർമാർ മാത്രമായിരുന്നില്ല അവിടെ ഈ കർഷകരെ ആക്രമിച്ച കേഡർമാരിൽ TMCക്കാരുമുണ്ടായിരുന്നു. വെറും TMCക്കാരല്ല, മമത ഇറക്കുമതി ചെയ്ത TMCക്കാർ. ഇവർക്ക് വളരെ കൃത്യമായ പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നെ മമത ആ കാലത്ത് തന്നെ നൽകിയിരുന്നു. ആ ഭീകരവാദികളുടെ സഹായത്തോടു കൂടിയാണ്, അതായത് നുഴഞ്ഞു കയറി വന്ന ഈ TMCക്കാരുടെ സഹായത്തോടു കൂടിയായിരുന്നു മമത അവിടെയുള്ള പല പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചത്. 2011 മുതൽ നീണ്ട 15 വർഷക്കാലം ബംഗാളിനെ മമത അടക്കി ഭരിച്ചതും അവിടുത്തെ ഹിന്ദുക്കളെ നേരിടുവാൻ പല മാർഗങ്ങൾ പ്രയോഗിച്ചതും മമത ഇവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിൽ പെടാത്ത ചില ദേശീയവാദികളായ മുസ്ലിങ്ങളുണ്ട്. അവരിപ്പോൾ സത്യം തന്നെ തുറന്നു പറയുകയാണ്, സത്യം തുറന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് മമത ഇവിടുത്തെ മുസ്ലിങ്ങളെ ഉപയോഗിച്ചത് മുഴുവൻ ഹിന്ദുക്കളെ നേരിടുവാനാണ്, ഹിന്ദുക്കളെ വിരട്ടുവാനാണെന്ന് അവർ തുറന്നു പറയുകയാണ്. സന്ദേശ് ഖലീൽ അടക്കം സംഭവിച്ചതും ഇതാണ്. ഹിന്ദുക്കളെ പീഡിപ്പിക്കുക, ആക്രമിക്കുക. ഷെയ്ഖ് ഷാജഹാനെ വെച്ചുകൊണ്ട് മമത നടത്തിയ കരുനീക്കങ്ങൾ പലതാണ്. ഇനി സൗത്ത് 24 പർഗണയിലും നോർത്ത് പർഗണയിലുമൊക്കെ മമത നടത്തിയ നീക്കങ്ങളൊക്കെയും ഈ ശൈലിയിൽ തന്നെയായിരുന്നു. അങ്ങനെ മമത ഒരു രാജ്ഞിയെപ്പോലെ ബംഗാളിൽ ജീവിച്ചു പോന്നു. മമത വിചാരിച്ചിരുന്നത് മരണം വരെ ഈ രീതിയിൽ, ഈ ശൈലിയിൽ തുടരാമെന്നായിരുന്നു. അത് മമതയുടെ അധികാരത്തുള്ള അമിതമായ ഭ്രമവും മനോരോഗവും തന്നെയാണ്. ആ മനോരോഗം മമത ഇപ്പോൾ വല്ലാണ്ട് പിടികൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭയം വല്ലാണ്ട് പിടികൂടിയിരിക്കുന്നു. എന്തായാലും മമതയുടെ ആ ഭീകരവാദ നയം പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ ഇലക്ഷനിലുടനീളം. അതായത് മമത പരാജയപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ തുറുപ്പുചീട്ടുകൾ ഇറക്കാൻ തുടങ്ങി. നേരത്തെ ഭയപ്പെടുത്തി വച്ചിരുന്ന അതേ ശൈലിയിൽ മമത പ്രവർത്തിച്ചു. ഇൻഷാ അല്ലാ, നിങ്ങൾ മമതാ സർക്കാരിന്, നിങ്ങൾ TMCക്ക് വോട്ട് നൽകിയില്ല എങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് പോലും മമത പറഞ്ഞു. ഇത് പിടിക്കപ്പെടും എന്നായപ്പോൾ മറ്റൊരു രീതിയിൽ മമത സമീപിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വന്ദേ മാതരം, ഇൻഷാ അല്ലാ, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള പ്രകടനങ്ങളും നടത്തുവാൻ മമത തയ്യാറായി. ഇതൊന്നും ജനം ചെവിക്കൊണ്ടില്ല. ജനം വളരെ ശക്തമായ ഉത്തരം തന്നെ നൽകുകയായിരുന്നു. അതിൻ്റെ ഫലമാണ് മെയ് 4 മമത അനുഭവിച്ചത്. രാമനവമി നടത്തുവാൻ പാടില്ല, ദുർഗാഷ്ടമി നടത്തുവാൻ പാടില്ല, രാമപൂജ ചെയ്യുവാൻ പാടില്ല, ശ്രീരാമജയം പാടുവാൻ പാടില്ല. ഏത് നാടാണ് ബംഗാൾ? ദേശീയതയെ, നവോത്ഥാന മൂല്യങ്ങളെ, ഹൈന്ദവ മൂല്യങ്ങളെ പുൽകിയിരുന്ന മണ്ണാണ് ബംഗാൾ. ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും അരവിന്ദ ഘോഷും തുടങ്ങി എണ്ണമറ്റ മഹാരഥന്മാരുടെ പുണ്യഭൂമിയാണ് ബംഗാൾ. ആ ഭൂമികയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദമുയർന്നത്. യോഗി ആദിത്യനാഥ് അതുകൊണ്ട് തന്നെയാണ് ബംഗാളിൽ പോയി പറഞ്ഞത്, ഇനി പൊതുനിരത്തുകളിൽ ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ നിസ്കാരങ്ങൾ നടത്താറില്ല ആരും.
അവിടെ നിന്ന് ബാങ്ക് വിളികൾ അമിതമായി ഉയരാറില്ല, അമിതമായ ശബ്ദത്തിൽ ഉയരാറില്ല. അതായത് ബാങ്ക് വിളികൾ നിർത്തലാക്കും എന്നല്ല, ബാങ്ക് വിളികൾ അമിതമായ ഉച്ചഭാഷണികൾ വെച്ചുകൊണ്ട്, കോളാമ്പികൾ വെച്ചുകൊണ്ട് ഉയരാറില്ല എന്നതാണ്. കോടതി തന്നെ നിരോധനമുണ്ടായിരുന്നു. ഇത് ശബ്ദ മലിനീകരണം നടത്തുന്നതാണ്. ബോക്സ് ഉപയോഗിക്കാം, കോളാമ്പികൾ ഉപയോഗിക്കുവാൻ പാടില്ല. അതുപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ നീക്കത്തെയും തടയിട്ടു യോഗി ആദിത്യനാഥ് എന്ന് അദ്ദേഹത്തിന് പ്രസംഗിക്കേണ്ടി വന്നു. രാമനാമം ഉത്തർപ്രദേശിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആവർത്തിച്ച് പറയേണ്ടി വന്നതും മമതയുടെ ഈ നീക്കങ്ങൾ കൊണ്ടാണ്. തീർച്ചയായും മമതയെ അത്തരം നീക്കങ്ങളുടെ പേരിൽ, ഭീകരവാദ ബന്ധത്തിൻ്റെ പേരിൽ ഉറപ്പായും അത്തരം ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, മമത നടത്തിയ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ മമത പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിനും ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാലിൻ SDPIയെ കൂട്ടുപിടിച്ച് എന്തൊക്കെയാണ് ചെയ്തത്? തിരുപ്പറംകുன்றത്തിലെ ദീപത്തൂണിൽ വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ആചാരം, ആ ആചാരത്തെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? അവിടെ മാംസാഹാര ബിരിയാണി വച്ചു വിളമ്പുവാൻ പോലും സ്റ്റാലിൻ്റെ സർക്കാർ തയ്യാറായി. അതല്ല സ്റ്റാലിൻ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അവിടെ ഹിന്ദുക്കൾക്ക് ദീപത്തൂണിൽ ദീപം കൊളുത്തുവാൻ വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തു കൊടുക്കുവാനായിട്ട് പോലീസിൻ്റെ ഒരു സഹായം അവർക്ക് ലഭിച്ചില്ല. ഭീകരവാദികൾ വട്ടം കൂടി നിൽക്കുകയായിരുന്നു ഇവരെ ആക്രമിക്കുവാൻ. ആ ഘട്ടത്തിൽ പോലും കോടതി ഇടപെട്ടിട്ട് പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. ഹിന്ദുക്കൾ ശക്തിയുക്തം നേരിട്ട് അവരതിൽ വിജയിച്ചു. അപ്പോൾ ഈ രീതിയിൽ സ്റ്റാലിൻ്റെ നീക്കം അവിടുത്തെ ഹിന്ദുക്കളെ താറുമാറാക്കാനായിരുന്നു. ഈ ഭീകരവാദികൾ ഒന്നൊന്നായി അവിടുത്തെ ഹിന്ദു മുന്നണി നേതാക്കന്മാരെ കഴുത്തറത്ത് കൊന്നുകൊണ്ടേയിരുന്നു. കോയമ്പത്തൂരിലടക്കം നിരവധി സംഭവങ്ങളാണ്. അന്വേഷിച്ചാൽ കൃത്യമായി മനസ്സിലാകും ഇതൊക്കെ എങ്ങോട്ടാണ് സഞ്ചരിച്ച് പോയിരുന്നെന്ന്. ഇതേ രീതിയിൽ ഇപ്പോൾ മമത ചെയ്ത അതേ രീതിയിൽ, അതേ മാതൃകയിലാണ് എന്ന് പറയുന്നില്ല. മമതയ്ക്ക് മറ്റ് ചില ബന്ധങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ബന്ധങ്ങളുടെ, ആ ശക്തിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ സംരക്ഷിക്കും എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം മമത ഇപ്പോൾ ചെയ്യുന്നത്. മമത രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. വോട്ട് ചോരി വിവാദവും മറ്റു വിവാദങ്ങളൊക്കെ നടത്തി ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് മമത കരുതിയിരുന്നത്. പക്ഷേ മമതയ്ക്ക് അറിയില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ രാജിവെക്കണമെന്നും പുറത്തു പോകണമെന്നും. മമത ഈ അധികാരഭ്രാന്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നൽകുന്ന പിന്തുണയുടെ പേരിൽ മമത ഈ രീതിയിൽ കാര്യങ്ങൾ തുടർന്നാൽ തീർച്ചയായിട്ടും മമത ഇപ്പോൾ വരാൻ പോകുന്ന പണികളൊന്നും അല്ല, ഇനിയും പണികൾ വരാൻ പോകുന്നു മമതയ്ക്ക് എന്നുള്ളതാണ്. 294 അംഗ നിയമസഭയിൽ 206 പേർ ഇപ്പോൾ BJP പാളയത്തിലുണ്ട്. BJPക്കാരായിട്ടുണ്ട്, NDA സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട്, MLA-മാരുണ്ട്. അത്രയും 2/3 ഭൂരിപക്ഷത്തോളം അവിടെയുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കേവലം 80 അംഗങ്ങൾ മാത്രമാണ് മമതയ്ക്കുള്ളത്. ഇനി എന്താ, മമത സൈന്യത്തെ വെച്ച് യുദ്ധം ചെയ്യുമെന്നാണോ പറയുന്നത്? രാഹുലല്ല, ആര് വിചാരിച്ചാലും മമതയ്ക്കിനി ബംഗാളിൽ തുടരാൻ പറ്റില്ല. ആ കാര്യം ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മമത ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ ഭീകരവാദ കക്ഷികളെ ഇളക്കി വിട്ടുകൊണ്ട് ഇപ്പോൾ കുറച്ചെങ്കിലുമുള്ള മുസ്ലിങ്ങളെ, നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഇളക്കി വിട്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാമെന്നായിരുന്നു. മമത പല കളികളും കളിച്ചു. പല രീതിയിൽ പല ആൾക്കാരെയും വിട്ട് വിഷയങ്ങൾ ഇളക്കി വിടുവാൻ ശ്രമിച്ചു. ഷെയ്ഖ് ഷാജഹാനെ വിട്ട് ഇളക്കി വിടുവാൻ ശ്രമിച്ചു. ജഹാംഗീർ ഖാനെ വിട്ട് ഇളക്കി വിടാൻ ശ്രമിച്ചു. ഹുമയൂൺ കബീറിനെ വിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു. പിന്നെ ഒടുവിൽ പിടിക്കപ്പെടുവാനായപ്പോൾ BJPയുമായിട്ടാണ് അയാൾക്ക് ബന്ധമെന്നുള്ള രീതിയിൽ പല ഗിമിക്കുകളും ചില സ്ക്രിപ്റ്റുകളും നടത്തുവാൻ വേണ്ടിയിട്ട് മമത ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അതെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു. ഇതോടെ മമതയ്ക്ക് അവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. ഇനി ആജീവനാന്തകാലം ജയിലിൽ തന്നെ. ഇന്ത്യ മുന്നണി ഇതോടെ തകർന്നടിയുകയാണ്. ഇന്ത്യ മുന്നണിയിൽ ഇനി ബാക്കിയുള്ളത് കോൺഗ്രസ് മാത്രം. DMK പോയി, CPIM പോയി, മമത പോയി. ഇനി ആരാണ് ഇന്ത്യയുമായി സഹകരിക്കാൻ? എന്തായാലും മമതയുടെ ഇനിയുള്ള ശിഷ്ടകാലം ഇനി ജയിലിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരും എന്ന തരത്തിലാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. അത്തരത്തിലാണ് പലരുടെയും അഭിപ്രായം, പല നിരീക്ഷകരുടെയും അഭിപ്രായം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.